In fact, who gave this idea of a K-Smart? It's my product, but the idea was given by Mr. Govinda Master. പുള്ളിയാണ് എന്നെ വിളിച്ചത്. അപ്പം പുള്ളിക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഇതൊക്കെ മാറണം, സിസ്റ്റം മാറണം എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടല്ലേ എന്നെ വിളിച്ചത്. അപ്പം വാട്ട് ഐ സീ ഹിയർ ഇസ് ദ പൊളിറ്റിക്കൽ ക്ലാസ് ഇസ് റിയലി ടോപ്പ് ക്ലാസ്സാണ്. നിങ്ങൾ കാണുന്നത് ഡിഫറെൻറ്റ് വെയിലാണ്, പക്ഷേ ഞാൻ കാണുന്നത് പ്യൂർലി ഒരു ഗവേണൻസ് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫാൻറ്റാസ്റ്റിക് പൊളിറ്റിക്കൽ സെറ്റപ്പാണ്. ഐദർ വേ, വിച്ച് ഓവർ പാർട്ടി. ആൻഡ് ഐ ഹവ് സീൻ ദാറ്റ് എവറിബഡി സേസ് ദ സെയിം തിങ്. പക്ഷേ ഇത് ഡിസിഷൻ ആയി വരുന്ന ഫയലിൽ അത് കയറുമ്പോഴാണ് ഈ ഡിലേസ്. അതാണ് ക്രക്സ് ഓഫ് ഗവേണൻസ് ഇസ് ഒൺലി ഫയൽ മൂവ്മെൻറ്റ്. ഈ ഡിമിസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ 3 കാര്യമുണ്ട്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഗവേണൻസിനെ ഡീമിസ്റ്റിഫൈ ചെയ്യേണ്ടത് സിമ്പിളായിട്ടാണ്. ഒന്ന് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ഉണ്ടാകുന്നത്. ഫയലിൻ്റെ സ്പീഡിൻ്റെ അനുസരിച്ചാണ് ഒരു സർവീസ് എത്തുന്നത്. ഇത് 3 ഫാസ്റ്റ് ആക്കാൻ പറ്റുകയാണെങ്കിലേ സർവീസസ് ക്യാൻ ബി പ്രൊവൈഡ് ജസ്റ്റ് ലൈക്ക് ഇറ്റ്. ജനങ്ങളെ നമ്മൾ അലയാൻ വിടരുത്. CM ആദ്യം മുതൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ഫയൽ ഓരോ ജീവിതമാണെന്ന് പറഞ്ഞിട്ട് ഒരു അനുഭവമില്ല എന്നുള്ള ഇതല്ലേ? അല്ല, അതെന്ന് വെച്ചാൽ ദർ ഇസ് നോ പെർഫോമൻസ് ഇൻസെൻറ്റീവ് ഓർ നോൺ പെർഫോമൻസ് ഡിസിൻസെൻറ്റീവ്. അല്ലല്ല, ഐ തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ. ഇപ്പം നിങ്ങൾ മുനിസിപ്പാലിറ്റീസും കോർപ്പറേഷൻസ് എടുക്കുന്നത് ഭയങ്കര ഫാസ്റ്റായി. നാ കേസുമായിട്ട് ഇതിലോട്ട് വരുമ്പം ഭയങ്കര ഫാസ്റ്റ് ആവും. അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഈ പെർഫോമൻസ് ഇൻസെൻറ്റീവ് ആൻഡ് നോൺ പെർഫോമൻസ് ഡിസിൻസെൻറ്റീവ് കൊടുത്തിരിക്കും. വി ആർ പേയിങ് സാലറീസ്. ഇത് പബ്ലിക്കിൻ്റെ മണിയാണ്. പൈസ എടുത്ത് കൊടുത്തിട്ട് ജോലി ചെയ്ത് വെച്ച് കൊറിയ എടുത്ത് അയക്കുന്ന നല്ല ജോലി. പീപ്പിൾ നമ്മളിപ്പോൾ ഒരു ഫയലൊന്നും വിടാത്തെന്ന് ചോദിച്ചാൽ ഉടനെ ഒരു കൊറിയ എടുത്ത് അയക്കും. ദാറ്റ്സ് അനദർ വേ ഓഫ് ഡിലേയിങ് ഇറ്റ്. ദർ ഇസ് ഒബ്വിയസ്ലി എൻ്റെ ലെവലിൽ എനിക്ക് ഫയൽ വരുമ്പം എൻ്റെ മൈൻഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഫ്രീ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എനിക്ക് സമയം ഒരു കാഴ്ചപ്പാടും കാണും. ഐ ക്യാൻ റൈറ്റ് വാട്ട് എവർ ദേ. ബട്ട് ഐ തിങ്ക് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ലീഡേഴ്സ് ഷുഡ് ടേക്ക് ഡിസിഷൻസ്. So, okay, you have written like that, but I'm overruling you. And I should write a reason why I'm overruling. ഈ ഓവർറൂളിങ് ഭയന്നിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞ് ഇതായിരിക്കും കയറി ഫയൽ വരുന്നത്. അപ്പോൾ റിജക്റ്റ് ആവും. റിജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പം ദാറ്റ്സ് എ വേ ഇറ്റ് ഇസ്. അപ്പോൾ അതൊരു frankly, if you ask me, I'm a little frustrated by that. Because തമിഴ്നാട്ടിൽ നേരെ ഓപ്പോസിറ്റാണ്, ഫാസ്റ്റാണ് ആ കാര്യത്തിൽ. ഒരു ജിയോ ഇഷ്യൂ ആണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ പുറകെ നടന്ന് CM വീട്ടിൽ ആളെ അയച്ച് അവിടെ സൈൻ ചെയ്ത് അവിടെ നിന്ന് കാറെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമ്പർ ഞാൻ മേടിച്ച് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ 7 to 10 days. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവിടെ എത്താനായിട്ട് തന്നെ സമയം എടുക്കും. CMൻ്റെ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് സൈൻ ചെയ്ത്. പക്ഷെ അവിടെ എത്താനുള്ള ആ ദൈർഘ്യം, നമ്മൾ ഈ ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ ഈ ഫയൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഏറ്റവും താഴത്തെ ആളും ഈ ഒരു ഡിസ്റ്റൻസ് ടൈം ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ സൈൻ ചെയ്യും. അതേപോലെയാണ് പൊളിറ്റിക്കൽ ക്ലാസ്. ദേ സൈൻ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. പക്ഷെ ഇവിടെ എത്താൻ എത്ര സമയം എടുക്കുന്നുണ്ട് അത് മെഷർ ചെയ്യണം. അതിന് ഇൻസെൻറ്റിവൈസ് ചെയ്യണം, ഡിസിൻസെൻറ്റിവൈസ് ചെയ്യണം. ഇത് ചെയ്യാത്തതാണ് നമ്മുടെ ഹോൾ ഗവേണൻസ് ഇങ്ങനെ കിടക്കുന്നത്. അത് ചെയ്യാത്തതാണ്. ചിലവർ മാത്രം ഡിസിഷൻസ് എടുത്ത്, ചിലവർ മാത്രം കഷ്ടപ്പെടുന്നു, ചിലവർ മാത്രം മറ്റുള്ളവർക്ക് കൊറിയ എടുത്ത് അയക്കുന്നു. ഒരു വിവരമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കൊറിയ എടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതെ ആൾക്കാരും കൊറിയ ഇടും. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ചിലർക്ക് അങ്ങോട്ട് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പോകേണ്ടത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അയക്കും. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കും. അങ്ങനെയൊന്നും അയക്കേണ്ട കാര്യമില്ല. നമ്മൾ എടുക്കുന്ന വെച്ചാൽ ഇപ്പം നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ സത്യസന്ധതയുണ്ട്, പക്ഷെ പേടിയുണ്ട്. How do I say it? Things are improving എന്ന് പറയാൻ പറ്റുള്ളൂ. Things have improved a lot. കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ട് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ സംശയം വേണ്ട. How do you see the political class responding to this? Fantastic. Like, are they responding? Are they very savvy? positive. Oh, very savvy. Very, very savvy. Okay. Oh, I have not seen this in Tamil Nadu. Kerala is CM is too good. They are okay with this e-governance. They want to do much better, in fact. How connected are we, say, compared to, say, Singapore, Malaysia? This is a perspective അറിയാനാണ്.
ഞാൻ സിംഗപ്പൂരിൽ ഐ സ്പെൻഡ് 1 year there. അപ്പം അവിടെ ഇറ്റ്സ് മോസ്റ്റ്ലി ഈ ഡേറ്റ എല്ലാം കൂടെ They have a cloud. ക്ലൗഡ് അല്ല, ഇറ്റ്സ് മോർ ഇൻ്റഗ്രേറ്റഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാജേഷിൻ്റെ പേരെന്താണ്, ഫുൾ നെയിം എന്താണ്? Rajesh Ravi. രാജേഷ് Ravi. രവി. നമ്മുടെ ഇപ്പോൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സിലും സർവേ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വി ക്രിയേറ്റ് ഡിഫറെൻറ്റ് രാജേഷസ്, RAJESH, RAJES എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കും. നോ, യു വിൽ നോട്ട് ബി യുണീക്ലി ഐഡൻറ്റിഫൈഡ്. ഇതാണ് ഒരു എസെൻഷ്യൽ പ്രോബ്ലം ഓഫ് ഗവേണൻസ്. ഇപ്പോൾ രാജേഷ് എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ സന്തോഷ് ബാബു എന്ന് പറയുന്ന ആളുടെ പേര് 52 ഡിപ്പാർട്ട്മെൻറ്റ്സിൽ 52 വിധമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ആധാറിൽ ഒരു പേരുണ്ട്, പാസ്പോർട്ടിൽ വേറെ പേരുണ്ട്, റേഷൻ കാർഡിൽ വേറെ പേരുണ്ട്, പല സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഉണ്ട്. സോ വാട്ട് തമിഴ്നാട്ടിൽ ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഫാമിലി ഡേറ്റാബേസ് എന്നുള്ള സംഭവത്തിൻ്റെ ജിയോ ഇഷ്യൂ ചെയ്തു. വേർ വി സെറ്റ് one department, it can be called a mother department, will identify one person uniquely. No other department can create that person. You can only add metadata. മനസ്സിലായി? ഇപ്പം നമുക്ക് എൻ്റെ പേര് സന്തോഷ് ബാബു എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് ഡേറ്റ ക്യാൻ ബി സന്തോഷ് ബാബു, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ലൊക്കേഷൻ, അഡ്രസ്സ്, ഇമെയിൽ ID, വാട്സാപ്പ് നമ്പർ, ഒരു 10 തിങ്സ് വി ക്യാൻ കീപ്പ് ആസ് കോൺസ്റ്റൻറ്റ്. ആൻഡ് യു ക്യാൻ ഇഷ്യൂ എ നമ്പർ വിച്ച് ക്യാൻ ബി ആധാർ ഓർ ക്യാൻ ബി യുണീക് നമ്പർ and then give to government departments. If you want to create, add further, ഇത് കേരളത്തിലും ഇന്ത്യയിലും ചെയ്തിട്ടില്ല. So this is a huge area which needs reforms, which has never been done. ഇതേപോലെ ഒരു പ്രശ്നമാണ് ഈ കോർട്ട് ടെർമിനസ് അല്ലാത്ത ജൂറിസ്ഡിക്ഷൻസ്. അതായത് ഡിസ്ട്രിക്റ്റിൻ്റെ താലൂക്ക് ഓഫീസും ബ്ലോക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വില്ലേജ് പഞ്ചായത്തും റവന്യൂ വില്ലേജും തമ്മിൽ വ്യത്യാസമുണ്ട് ഇൻ ഏരിയ. Or you take district and police district will be different. We don't have co-terminus jurisdictions. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജൂറിസ്ഡിക്ഷൻ. ഇവിടെ എൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി. ബട്ട് ഐ എം സംവെയർ ഹിയർ എന്ന് വെച്ചോളൂ. വിച്ച് പോലീസ് ഷുഡ് ഇൻ്റർവ്യൂ എന്ന് കേട്ടാൽ ഇവന്മാർ രണ്ടുപേരും ഒന്നും അടി ഉണ്ടാക്കും നമ്മുടെ ഫ്രണ്ടിൽ. ഞങ്ങളുടെ അല്ല, നിങ്ങളുടെയാണ്, ഞങ്ങളുടെ അല്ല. The problem will not be solved. This is because in India we have created systems over what the British have created. But we did not align it with what they have created. Overlapping jurisdictions ഉള്ളതൊരു ഇഷ്യൂ ആണ്, which can be resolved again through IT technology. For example, you take district versus constituency. Again, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ 2 ഡിസ്ട്രിക്ട് 3 ഡിസ്ട്രിക്ട് കവർ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് അല്ലേ? So these are areas which require reform എന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. Co-terminus jurisdictions. Second, not identifying individuals uniquely. ആധാർ കൊണ്ടുവന്നു, പക്ഷേ then we said it will be used only for government purposes, only if you provide consent etc. അപ്പോൾ പ്രൈവസി ഇഷ്യൂസ് ആസ്പെക്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കൺസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സന്തോഷ്, ഇതിനകത്ത് ഈ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് യു ആർ നോ മേക്കിംഗ് ദം അക്കൗണ്ടബിൾ, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അവരുടെ ലോങ് ടേം ജോലി നമ്പർ ഓഫ് ജോബ്സ് വിൽ ബി കം ഡൗൺ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഫയൽ മൂവ്മെൻറ്റിന് ഒരു ട്രാക്കിംഗ് അക്കൗണ്ടബിലിറ്റി. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ്? ഞാനിവിടെ കണ്ടത് ഗവൺമെൻറ് സർവീസ് ഇനീഷ്യലി കേസ് സ്മാർട്ട് വന്നപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് ദേ ആർ നോട്ട് യൂസ് ടു ഇറ്റ്. ഇപ്പോൾ പഞ്ചായത്ത്സ് ഒക്കെ ഹൈലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, പക്ഷേ അർബൻ ലോക്കൽ ബോഡീസ് ആർ നോട്ട് കമ്പ്യൂട്ടറൈസ്ഡ്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതെന്താണ്, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സംടൈംസ് ഇറ്റ് ബി എ സിമ്പിൾ തിങ് ആസ് കണക്ടിവിറ്റി ചെയ്യാതെ വരത്തില്ല എന്ന് പറയും, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് വേറൊരു വെബ്സൈറ്റിൽ പോയി കുത്തിയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം ദേ ഫൗണ്ട് ദാറ്റ് ഇറ്റ്സ് വെരി ഈസി ഫോർ ദം ആസ് എ പ്രൊഡക്ടിവിറ്റി ടൂൾ. ഈ പ്രൊഡക്ടിവിറ്റി ടൂളിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വാട്ട് യു ആർ ഡൂയിങ് ഫോർ ലെറ്റ്സ് സേ 2-3 hours ടേക്സ് 2-3 seconds. അപ്പോൾ ഡെഫിനറ്റ്ലി യുവർ വോളിയൂം ഓഫ് വർക്ക് ഇസ് കമ്മിങ് ഡൗൺ, അതിന് സംശയമൊന്നുമില്ല. ബട്ട് മൈ പേഴ്സണൽ ഫീലിംഗ് ഈസ് യുവർ സ്കിൽസ്, കുറച്ച് സ്കിൽസൊക്കെ ഹയർ സ്കിൽസിലേക്ക് നമുക്ക് പോകേണ്ട സമയമായി. ഇപ്പോൾ നമുക്ക് പണ്ട് ടൈപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ടൈപ്പിസ്റ്റ് എവറിബഡി ഈസ് എ ടൈപ്പിസ്റ്റ് അല്ലേ? ഞാൻ ടൈപ്പ് ചെയ്യും, എല്ലാവരും ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ആവശ്യമില്ല. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് പീപ്പിൾ ഹവ് ഗോൺ ഔട്ട് ഓഫ് ജോബ്. വി വിൽ ബി ഗോയിങ് ടു ഹയർ ലെവൽസ് ഓഫ് സ്കിൽസ്. എസ്പെഷ്യലി AI ഒക്കെ വരുന്ന സമയത്ത് സ്കിൽ സെറ്റ്സ് ഇമ്പ്രൂവ് ആവുന്നേ ഉള്ളൂ. നോബഡി വിൽ ഗോ ഔട്ട് ഓഫ് ജോബ്സ്. അപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്റ്റാഫിന് ഒരു ഫർദർ ട്രെയിനിങ് എക്സാക്ട്ലി ഈ LSGDയിൽ ഫോർ എക്സാമ്പിൾ കുറേ പേര് ഈ ഓഫീസ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റുണ്ട്. അവരാണ് ഈ ഫയൽ തൂക്കി എടുത്തുകൊണ്ട് നടക്കുന്നത്.
അവർ വന്നില്ലെങ്കിൽ ഫയൽ മൂവ് ആകത്തില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ഇപ്പോൾ അവർക്ക് ജോലിയില്ല. പക്ഷേ ഈ ഓഫീസ് അസിസ്റ്റൻസ് ആർ വെരി വെരി ഗുഡ്, വളരെ ട്രെയിൻഡാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പ്രൊപ്പോസൽ കൊടുത്തിരിക്കുന്നത് അവരെ റീട്രെയിൻ ചെയ്തിട്ട് അവരെ ഈ ഫ്രണ്ട് ഓഫീസിലും ആൾക്കാരെ അസിസ്റ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. ഇവർക്ക് കമ്പ്യൂട്ടറൈസേഷൻ്റെ അവർക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ അവരെ റീഡിപ്ലോയ് ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ജോബ് ഡെഫിനറ്റ്ലി ഹാസ് ബിക്കം റിഡൻഡൻറ്റ്. അവർക്ക് ആ ജോബ് ഇല്ല. ബിക്കോസ് ദർ ഇസ് നോ നെസസിറ്റി ഫോർ ക്യാരിങ് എനി ഫയൽസ്. ഇപ്പോൾ ഞാനിപ്പോൾ വേറൊരു കാര്യം ഉണ്ടാക്കിയിരിക്കുന്നത് കേസ് സൂട്ട് എന്ന് പറയുന്ന സാധനമാണ്. I have carved out case suite from case soft and case smart, and this is the next level of e-office. E-office നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ രണ്ടും കാണിച്ചു തരാം. E-office നമ്മൾ പേപ്പറിൽ എഴുതുന്നത് ടൈപ്പ് ചെയ്യുന്നു. പക്ഷേ ഞാൻ കൊണ്ടുവന്ന കേസ് സൂട്ടിൽ there is file movement, file management where you need to type a little, but there's finance, there's human resource management and there's meeting management. ഈ 4 ചേർത്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് പൈക്കേമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇൻഫർമേഷൻ കേരള മിഷനിൽ ഇപ്പോൾ ലാസ്റ്റ് 3 months ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഹൈലി സക്സസ്ഫുൾ ആയിട്ട്. ഇതിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കാര്യം വിച്ച് ഹസ് നോട്ട് ബീൻ ഡൺ ഇൻ ദ കൺട്രി ആൻഡ് വിച്ച് ഐ ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് മെനി ഇയേഴ്സ് ഈസ് ഓട്ടോ എസ്കലേഷൻ. അതായത് കേരളത്തിലിപ്പം എല്ലാ ഓഫീസും ഈസ് റണ്ണിങ് ഓൺ e-office. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദ ഫയൽ ഇസ് മൂവിങ് ഫാസ്റ്റ്. ബട്ട് ഐ ക്യാൻ ട്രാക്ക് ഫയൽസ് ലൈക്ക് ഐ ഷോഡ് യു. പക്ഷേ ചിലവരൊക്കെ 10 ദിവസം 20 ദിവസമൊക്കെ വെച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? Mandatorily, you are not supposed to keep like that. You are supposed to keep it only as per the Citizen Charter, 24 hours a day, 48 hours. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Despite the fact that we can know who is keeping it for how many seconds or how many minutes. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, which I have told Honorable CM also, is 24 അല്ലെങ്കിൽ 48 hours കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് it should be auto escalated to the next higher level. മനസ്സിലായില്ലേ? ഇപ്പോൾ അസിസ്റ്റൻ്റ് എന്ന് വരുന്നത് സൂപ്പറിൻ്റേക്ക് പോകും. അപ്പോൾ സൂപ്പറിൻ്റെ പ്രശ്നം എന്താവും? ഹി വിൽ ഹാവ് 5 assistants below him. If all the 5 default, then he'll have more files. But the other thing that I'm saying is this should be linked to the performance software. കേരളത്തിലാണ് പെർഫോമൻസിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉള്ള സ്കോർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ IAS-നൊക്കെ ഉണ്ട് സോഫ്റ്റ്വെയർ, പക്ഷേ ഇവിടുത്തെ എല്ലാ എംപ്ലോയിക്കും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, സ്കോർ. സോ ഐ ക്യാൻ ലിങ്ക് കേസ് സ്മാർട്ട് ആൻഡ് സ്കോർ. If there is an auto escalation, your marks come down. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോയത് തിരിച്ചു വിടും, പക്ഷേ മാർക്ക് കുറയുകയും ചെയ്യും. Which means you will get to know that your file has been auto escalated, but at the same time you are losing out on your performance. So I believe that this kind of incentive, disincentive will work എന്നാണ് എൻ്റെ ഒരു ബിലീഫ്. ഞാൻ IKM-ൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ മാസം മുതൽ. We are going to introduce it from February 1st. Auto escalation ടീം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So, അത് ത്രൂ ഔട്ട് ദ കൺട്രി nowhere, despite the fact that we all use e-office, ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. വി ആർ ഇൻട്രൊഡ്യൂസിങ് ഇറ്റ്.